ആദ്യം ക്രിക്കറ്റ് വിവാദമാണ്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യ ശ്രീലങ്ക ഏകദിനം കാണാൻ കാണികൾ കുറഞ്ഞതിൻ്റെ കാരണമായി കായികമന്ത്രി വി അബ്ദുറഹ്മാൻ, അദ്ദേഹമാണ് അതിൻ്റെ കാരണക്കാരൻ എന്ന നിലയിൽ വിമർശിച്ച് മുതിർന്ന CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ രംഗത്തെത്തുന്നു. മന്ത്രിയുടെ പ്രസ്താവന വരുത്തിവെച്ച വിന നേരിൽ കണ്ടതാണ് ദുസ്ഥിതിക്ക് കാരണം. കളിയെ പ്രോത്സാഹിപ്പിക്കേണ്ടവരുടെ അനാവശ്യ പരാമർശങ്ങളാണെന്നും പന്ന്യൻ രവീന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ശരത് കെ ശശി വാർത്ത റിപ്പോർട്ട് ചെയ്തു. ശരത്ത്, ഭരണകക്ഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെ ഈ തരത്തിൽ ശക്തമായ വിമർശനങ്ങളുമായി രംഗത്തു വരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു? ഫിറോസ് അലി, കാര്യവട്ടം ഏകദിനം അതിന്റെ കളിയാരവം അവസാനിച്ചുവെങ്കിലും ഏകദിനത്തെ ചൊല്ലിയുള്ള വിവാദങ്ങളും അതുപോലെ തന്നെ ചർച്ചകളും ഇപ്പോഴും തുടരുകയാണ്. കളി കാണുന്നതിന് വളരെ കുറവ് ആളുകൾ മാത്രമാണ് കാര്യവട്ടത്തെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ സജീവമാണ്. കായികമന്ത്രി വി അബ്ദുറഹ്മാൻ നടത്തിയ പരാമർശമാണ് ഇത്തരത്തിൽ കുറഞ്ഞ കാണികളുടെ എണ്ണത്തിന് കാരണമെന്ന നിലയിലാണ് സമൂഹ മാധ്യമ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്നത്. ആ ചർച്ചകളെ ശരിവെച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് മുതിർന്ന CPI നേതാവ് പന്ന്യൻ രവീന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പന്ന്യൻ രവീന്ദ്രൻ അല്പസമയം മുൻപ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെയാണ് കായികമന്ത്രിക്കെതിരായ വിമർശനം പരസ്യമായി പ്രകടമാക്കിയത്. കായികമന്ത്രി നടത്തിയ പട്ടിണി കിടക്കുന്നവർ കളി കാണേണ്ടതില്ല എന്ന പരാമർശം നടത്തി അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസ്താവന വരുത്തിവെച്ച വിന ഇന്നലെ നേരിട്ട് കണ്ടു എന്നാണ് അല്പസമയം മുൻപ് പന്ന്യൻ രവീന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിനല്ല, വിവേകപരമായി പെരുമാറുന്നതിനാണ് ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിക്കേണ്ടത് എന്നും കായികമന്ത്രിയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വിമർശനം പന്ന്യൻ രവീന്ദ്രൻ നടത്തുകയും ചെയ്തു. കളിയെ പ്രോത്സാഹിപ്പിക്കേണ്ടവർ നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ വരുത്തിവെക്കുന്ന ദുസ്ഥിതിയാണ് കഴിഞ്ഞ ദിവസം കാര്യവട്ടത്ത് കണ്ടത് എന്നും ഇതോടൊപ്പം തന്നെ പന്ന്യൻ രവീന്ദ്രൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഏതായാലും ഈ രീതിയിലുള്ള ഒരു വിമർശനം ഭരണ മുന്നണിയുടെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവ് തന്നെ കായികമന്ത്രി വി അബ്ദുറഹ്മാനെതിരെ നടത്തുമ്പോൾ തീർച്ചയായും ഇനിയുള്ള മണിക്കൂറുകളിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ, ചർച്ചകൾ അത് തുടരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെയുള്ള ഈ സമൂഹ മാധ്യമ ചർച്ചകളൊക്കെ തന്നെ കായിക മന്ത്രിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സജീവമായി പുരോഗമിക്കുമ്പോഴും കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന നിലയിലാണ് KCAയുടെ സമീപനം. ആ ഒരു നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് അല്പസമയം മുൻപ് KCA ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. വിവാദങ്ങൾ അവസാനിപ്പിക്കേണ്ട സമയമായി, എല്ലാം പോസിറ്റീവ് ആംഗിളിൽ കാണേണ്ടുന്ന ഒരു ഘട്ടമാണ് ഇനിയുള്ളത് എന്നാണ് ബിനീഷ് കോടിയേരി ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഫിറോസ്, ശരത്ത്, ഇക്കാര്യത്തിൽ ഇപ്പോൾ പന്ന്യൻ രവീന്ദ്രൻ തന്നെ പറയുന്നുണ്ട്, 40,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയിരുന്നിടത്ത് വെറും 6,000-ഓളം മാത്രം ടിക്കറ്റുകൾ വിറ്റുപോകുന്നൊരു സാഹചര്യം. അത് ഈ കായിക മന്ത്രിയുടെ പ്രസ്താവനയുടെ മാത്രം പേരിലാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ശരത്ത് നേരത്തെ പറഞ്ഞതുപോലെ കളിയുടെ ആരവങ്ങൾ ഒഴിഞ്ഞെങ്കിലും ഈ വിവാദത്തിന്റെ ആരവങ്ങൾ ഇനിയും തുടരുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടേ നമ്മൾ? പൊതുവെ മറ്റ് ചർച്ചകൾ പുറത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഏതായാലും പെട്ടെന്ന് അവസാനിക്കാനൊന്നും പോകുന്നില്ല. അല്പസമയം മുൻപ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കോഴിക്കോട് നിന്ന് വന്നപ്പോഴും അതിലും നമ്മൾ കണ്ടത് കായിക മന്ത്രിക്കെതിരായ വിമർശനം തുടരുന്നതാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ വിവാദങ്ങളൊക്കെ തന്നെ പുരോഗമിക്കും. പക്ഷേ കൂടുതൽ ഒരു വിവാദം കത്തിച്ചു നിർത്തുന്നതിന് ഏതായാലും KCAയ്ക്കും താല്പര്യമില്ല. സർക്കാരും KCAയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാക്കുന്നത് KCAയെ സംബന്ധിച്ചിടത്തോളവും ഗുണമായിരിക്കില്ല, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും വലിയ ഗുണം ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളും, ഈ വിവാദവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ട് കക്ഷികളും അധികം കൂടുതൽ പരസ്പര വാക്പോരിലേക്ക് പോകാൻ ഉള്ള സാധ്യത വളരെ പരിമിതമാണ്. എങ്കിൽ പോലും ഈ വിഷയം മന്ത്രിയുടെ മാത്രം പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ആണ് ഈ തരത്തിൽ കാണികൾ കുറഞ്ഞത് എന്ന് ഏകപക്ഷീയമായ ഒരു വിമർശനം KCA ഉന്നയിക്കുന്നില്ല. അത് KCA ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി അല്പസമയം മുൻപ് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മറ്റു പല കാരണങ്ങൾ കൂടി ഈ ഒരു കാണികൾ കുറഞ്ഞതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ ഈ ഉത്സവ സീസണുമായി ബന്ധപ്പെട്ട് പരീക്ഷകൾ, കുട്ടികൾക്ക് പരീക്ഷകളുണ്ട്. അതോടൊപ്പം തന്നെ ശബരിമല സീസണാണ്. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ ഏകദിനമാണ്. ആദ്യ 2 ഏകദിനം വിജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയതിനാൽ തന്നെ ഒരു ഡിസൈഡിംഗ് ഗെയിം എന്ന ഒരു ഘടകം ഇതിൽ വർക്ക് ചെയ്യുകയും ചെയ്തില്ല. ആ തരത്തിൽ പല കാരണങ്ങൾ ചേർന്നിട്ട് കൂടിയാണ് ഈ വിഷയത്തിൽ ഇത്തരത്തിൽ കാണികൾ കുറഞ്ഞത് എന്നും KCA ജോയിന്റ് സെക്രട്ടറി ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നുണ്ട്. മന്ത്രിയുടെ പ്രസ്താവന ഒരു ഘടകമാണ്, എന്നാൽ അത് മാത്രമാണ് ഘടകം എന്ന നിലയിൽ ഉള്ള ഒരു വിമർശനം ഏതായാലും KCA ജോയിന്റ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ സമൂഹ മാധ്യമ ചർച്ചകളെല്ലാം തന്നെ മന്ത്രിയുടെ പ്രസ്താവനയാണ് ഈ നിലയിൽ കാണികൾ കുറയാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്.
അതെ ശരത്ത്, മന്ത്രി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നതിൻ്റെ പശ്ചാത്തലം ഇതിൻ്റെ നികുതി വർധനവാണ്. ടിക്കറ്റ് ഇതുമായി ബന്ധപ്പെട്ട വിനോദ നികുതി വർദ്ധിപ്പിക്കുന്നതിന് ന്യായീകരണമായിട്ടാണ് മന്ത്രി പറഞ്ഞത്. വലിയ വിലക്കയറ്റമൊക്കെ ഉണ്ട്, ആ ഒരു സാഹചര്യമൊക്കെ കണക്കിലെടുക്കുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ പാവപ്പെട്ടവർ, പട്ടിണി കിടക്കുന്നവർ കളി കാണേണ്ട എന്ന നിലയിലാണ് അദ്ദേഹം ആ പരാമർശം നടത്തിയത്. പക്ഷേ അത് വലിയ തോതിൽ മറ്റു തരത്തിലേക്ക് ആ ചർച്ചകൾ പോയി. അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് കേരള രാഷ്ട്രീയത്തിൻ്റെ ഉമ്മറത്ത് വന്ന് നിന്ന് ഏതെങ്കിലും ഒരാൾ, ഒരു മന്ത്രി പോകട്ടെ, ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുമോ എന്നാണ്. സ്വാഭാവികമായും ഇത് കായിക പ്രേമികളെ സംബന്ധിച്ച് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഇത് പ്രതിപക്ഷം കൂടുതൽ ശക്തമായി ഉന്നയിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ വിലയിരുത്തേണ്ടി വരുന്നുണ്ടോ? തീർച്ചയായും പ്രതിപക്ഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കായിക മന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനം തന്നെയാണ് ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ കാര്യവും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമൂഹമാധ്യമ ചർച്ചകളിൽ കോൺഗ്രസ് നേതാക്കളാവട്ടെ, മറ്റ് UDF നേതാക്കളാകട്ടെ, അവരൊക്കെ തന്നെ സമൂഹമാധ്യമ ചർച്ചകളിലൊക്കെ തന്നെ കായിക മന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായി ഈ വിഷയത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതികരണമാണ് ഏതായാലും നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അല്പസമയം മുൻപ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് കായിക മന്ത്രിക്കെതിരെ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ആ തരത്തിൽ ഈ വിഷയം കത്തിച്ചു നിർത്തുക, സജീവമാക്കി നിർത്തുക എന്ന ഒരു നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴും തുടരുകയാണ്. അതെ, തീർച്ചയായും കേരളത്തിലെ പട്ടിണി പാവങ്ങളെ മന്ത്രി വി അബ്ദുറഹ്മാൻ അപമാനിച്ചു എന്ന നിലയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, എൻ്റെ അഭിപ്രായം ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറി നിൽക്കണം എന്നാണ്. അതേസമയം പ്രതിപക്ഷ നേതാവ് രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന അതേ സമയത്ത് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പന്ന്യൻ രവീന്ദ്രൻ, അതായത് സർക്കാരിനെ നയിക്കുന്ന മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ പന്ന്യൻ രവീന്ദ്രനും രംഗത്ത് വരുന്നു. ഈ മന്ത്രിയുടെ പ്രസ്താവന ഉണ്ടാക്കിയതിൻ്റെ ദുരനുഭവം നേരിൽ കണ്ടതാണ്. പന്ന്യൻ രവീന്ദ്രനെ സംബന്ധിച്ച് അദ്ദേഹം നമുക്കറിയാവുന്ന പോലെ സ്പോർട്സിനെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ലോകകപ്പ് ഫുട്ബോൾ സമയത്തൊക്കെ നിരന്തരം 24/7 നമ്മുടെ കേരള വിഷൻ്റെ ചർച്ചകളിൽ, ഫുട്ബോൾ ചർച്ചകളിലൊക്കെ എപ്പോൾ വിളിച്ചാലും അദ്ദേഹം സംസാരിക്കുമായിരുന്നു. അദ്ദേഹത്തിന് ഫുട്ബോൾ മാത്രമല്ല, ക്രിക്കറ്റും ആ നിലയ്ക്കൊരു വികാരമാണ്. ആ നിലയ്ക്ക് കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രസ്താവന വലിയ വിവാദങ്ങളിലേക്ക് പോകുന്നു. പന്ന്യൻ രവീന്ദ്രൻ തന്നെ നേരിട്ട് ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വരുന്നു. അതേസമയം വി ഡി സതീശൻ പറയുന്നു, കേരള രാഷ്ട്രീയത്തിൻ്റെ ഉമ്മറത്ത് വന്ന് നിന്ന് ഒരാൾക്ക് പോലും, മന്ത്രിക്കെന്നല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ പോലും ഇത്തരത്തിലൊരു പ്രസ്താവന നടത്താൻ കഴിയില്ല, അങ്ങനെ കഴിയരുത് എന്ന് വി ഡി സതീശനും പറയുന്നു. ഏതായാലും ശരത് കെ ശശി സൂചിപ്പിക്കുന്നത് പോലെ കളിയുടെ ആരവങ്ങൾ ഒഴിഞ്ഞെങ്കിലും വിവാദത്തിൻ്റെ ആരവങ്ങൾ ഒഴിയുന്നില്ല.